എല്ലാവർക്കും നമസ്കാരം. കുറേ പേർക്ക് ഇപ്പോഴും സംശയം മാറാത്തൊരു കാര്യം എന്താ അറിയോ, ഈ ഫോട്ടോ വെച്ചിട്ട് എങ്ങനെയാണ് ഹീൽ ചെയ്യണമെന്നുള്ളത്. അത് പലരും ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. എങ്ങനെയാണ് ഈ ഫോട്ടോ, അതെങ്ങനെയാണ് പ്രായോഗികമാകുന്നതെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ എനർജി റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് സെൻസ് ചെയ്യാനോ കഴിവുള്ള ആളുകൾക്ക് ആ ഫോട്ടോയിലുള്ള ഒരു ആളുടെ എനർജി എന്താണ്, അയാളുടെ കൂടെ എന്തെങ്കിലും ബ്ലാക്ക് എനർജീസ് ഉണ്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ഉണ്ടോ, വേറെ സോൾ ഇരിപ്പുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്കൊരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണക്കാരനെ മനസ്സിലാക്കാവുന്നത് നമ്മളെ ഈ ഡൗസിങ് റോഡ് വെച്ചിട്ടാണ്. ഡൗസിങ് റോഡ് വെച്ച് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് ക്രോസ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവാണ്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവാണ്. ഇപ്പോൾ നമ്മൾ ഹീലിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളിത് കാണിച്ചു കൊടുക്കാറുണ്ട് ആളുകൾക്ക്. വന്നിരിക്കുമ്പോൾ തന്നെ റോഡ് വെക്കും, നെഗറ്റിവിറ്റി ഉണ്ടെന്നുള്ളത് കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് ഹീലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കഴിയുമ്പോൾ നമ്മളിത് വെച്ച് റോഡ് വെക്കുമ്പോൾ അത് ഇങ്ങനെ പോസിറ്റീവ് പുറത്തേക്ക് ആയിട്ടുണ്ടാവും. എല്ലാവർക്കും കാട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഫോട്ടോയിലുള്ള ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെഗറ്റിവിറ്റി ഉള്ളൊരു ഫോട്ടോഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആ നെഗറ്റിവിറ്റി നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ജസ്റ്റ് നമുക്കൊരു ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ നെഗറ്റീവ് നമ്മളെ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിലേക്ക് വന്ന് പിടിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് സാധിക്കണമെന്നുള്ളതിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അതായത് എനിക്ക് ഈ ഒരു അവേക്കണിങ് ഒക്കെ വന്ന സമയത്ത്, അതിന് മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പൊക്കെ നമുക്ക് നെഗറ്റീവുള്ള ആളെ കണ്ടാലും മനസ്സിലാവില്ലായിരുന്നു. സാധാരണ റേക്കിയുടെ ആ ലെവലിൽ സഞ്ചരിക്കുന്ന സമയത്തൊന്നും അങ്ങനെ സെൻസിറ്റീവ് ഒന്നും ആയിരുന്നില്ല. എനിക്ക് തേടൈ പണ്ടേ കുറച്ച് ഓപ്പൺ ആയിരുന്നു. തേടൈ കൊണ്ട് എനിക്കിങ്ങനെ കണ്ണടച്ച് നോക്കിക്കഴിഞ്ഞാൽ പലതും കാണാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അത്രയും പറ്റുന്നില്ല. കാരണം ദേവി ആ ഒരു ഭാഗം പയ്യൊന്ന് അടച്ചു വെച്ചേക്കണമെന്ന് തോന്നുന്നു. കാരണം ഇത് എനിക്ക് കർമ്മം തന്നേക്കുന്നതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും കാണണ്ട, നീ പണിയെടുക്കുക എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും എനിക്ക് എന്തായാലും കുഴപ്പമില്ല. മറ്റുള്ളവൻ്റെ കാര്യം കണ്ട് പറയുന്നതുകൊണ്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് കാര്യങ്ങൾക്ക് നടപടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് വിശ്വസിക്കുന്നതാണ്. ഒരാൾക്കൊരു നല്ല കാര്യം ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ഫോട്ടോ നോക്കുമ്പോൾ സെൻസിറ്റീവ് ആയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവേക്കണിങ് സംഭവിച്ച സമയത്താണ്. അവേക്കണിങ് സംഭവിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരു ആൾ മാറിപ്പോകുന്നൊരു പ്രോസസ്സാണത്. ഇപ്പം ഞാൻ ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. ഇപ്പോഴും എൻ്റെ ബ്രദറൊക്കെ പറയും, നിനക്ക് പണ്ട് ഭയങ്കര ദേഷ്യം വരുന്നു, ഇപ്പം നീ എത്ര കൂളാണ്, എത്ര കാമാണ്, എത്ര ഗ്രൗണ്ടറാണ്, സംസാരിക്കുമ്പോൾ തന്നെ ഒരു ഫീലാണെന്നൊക്കെ പുള്ളി എന്നോട് ബ്രദർ വരെ പറയാറുണ്ട്, എൻ്റെ വൈഫ് പറയാറുണ്ട്. അപ്പോൾ അതാണ് മാറ്റം. അത് നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു എനർജി ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് ഒരു ലവ് എനർജി കൂടിയൊരവസ്ഥയിലിരിക്കുക, എന്താണ് ഒരു ഹാപ്പിനെസ് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിഞ്ഞൂടാ, ഞാനങ്ങനെ വലിയ പണ്ഡിതനൊന്നുമല്ല. പക്ഷേ അതെനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഈ സമയത്ത്. ഇന്നിപ്പോൾ ഒരുപാട് പേരുടെ ഹീലിംഗ്, ഇപ്പോൾ ഞാൻ ഇന്നത്തോടെ ഹീലിംഗ് സ്റ്റോപ്പ് ചെയ്യണം തൽക്കാലത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ പെൻഡിങ് ഉള്ളത് 1-2 കേസ് വെച്ച് ബാക്കി എല്ലാം ചെയ്ത് രാവിലെ 6 മണി തുടങ്ങി ഈ സമയം വരെ ചെയ്ത് തീർത്തു. പക്ഷേ ഇപ്പോഴും എൻ്റെ ഫേസിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ക്ഷീണം ഉണ്ടാവും, പക്ഷേ ഈ എനർജി കാണാൻ പറ്റും. എനർജറ്റിക്കാണ് ഞാനിപ്പോഴും. അതാണ് ഈ അവേക്കണിങ് ആയാലുള്ളൊരു ഗുണം. നമ്മളെ എനർജി ചോർന്നു പോകില്ല, എപ്പോഴും സ്റ്റഡി ആയിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴുള്ളൊരു വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ അയാളിലുള്ള എല്ലാ എനർജീസും നമ്മുടെ ബോഡിയിലേക്ക് കയറി വരും. അതായത് അയാൾക്കൊരു വയറുവേദന ഉണ്ടെങ്കിൽ നമുക്കൊരു വയറിന് വേദന ഫീൽ ചെയ്യും, തലവേദന ഉണ്ടെങ്കിൽ തലയിൽ ഫീൽ ചെയ്യും, കണ്ണിൻ്റെ അകത്താണെങ്കിൽ ആ കണ്ണുവേദന വരും. അല്ലെങ്കിൽ വേറെ നെഗറ്റിവിറ്റി ആണെങ്കിൽ നമുക്ക് ഭയങ്കര സംഭവം തോന്നും. അല്ലെങ്കിൽ അയാൾ ഭയങ്കര ഒരു ദേഷ്യത്തിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ ആങ്കർ എനർജി നമ്മളിവിടെ ഹാർട്ട് ചക്കയിൽ വന്നിട്ട് അല്ലെങ്കിൽ സോളാർ പ്ലെക്സിൽ വന്നിട്ട് അത് നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ നമുക്ക് ദേഷ്യം വരുന്ന പോലെ തോന്നും. അങ്ങനെ അതാണൊരു നമ്മൾ പറയുക വൺനെസ് എന്നൊക്കെ പറയില്ലേ, അതായത് എല്ലാ സോളും ഒന്ന് തന്നെയാണെന്ന് പറയുന്ന ആ ഒരു തത്വമല്ല. അതാണ് എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞൂടാ, അത്രയൊക്കെ അറിഞ്ഞോളൂ പറയാനായിട്ട്. അങ്ങനെ പഠിച്ചിട്ടൊന്നും പറയണമല്ല, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ആ ഒരു സംഗതി എപ്പോഴും എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി ഇങ്ങനെ. അപ്പോൾ ഒരാൾ വന്നിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പറ്റാത്തൊരാൾ, ബസ്സിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് KSRTC ബസ്സിൽ കയറി ലോകം മുഴുവൻ പോയിരുന്ന ആളാണ് ഞാൻ പണ്ടൊക്കെ. പക്ഷേ ഇപ്പോൾ എനിക്ക് KSRTC ബസ്സിലൊന്നും യാത്ര ചെയ്യാൻ പറ്റണില്ല. കാരണം എന്തായാലും സീറ്റിൽ 2 സീറ്റാണല്ലോ, അപ്പോൾ ഒരു സീറ്റിൽ ഇപ്പുറത്തെ സീറ്റിൽ ഒരാൾ വന്നിരിക്കും. ഞാൻ സാധാരണ ഒറ്റക്കാണ് യാത്രകളെല്ലാം ചെയ്യുക. അപ്പോൾ ഇപ്പുറത്തെ വന്നിരിക്കുന്ന ആൾ മിക്കവാറും എനർജി പറ്റാത്ത ഒരാളായിരിക്കും വന്നിരിക്കുക. അപ്പോൾ എനിക്ക് പിന്നെ യാത്ര ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ഈ വയറൊക്കെ ഇങ്ങനെ മറിയണ പോലെ തോന്നും. ഇവിടെ നിന്ന് ഇങ്ങനെ മേപ്പോട്ടേക്ക് ഇങ്ങനത്തെ സാധനം കയറി വരുന്ന പോലെ ഭയങ്കര ഗ്യാസ്ട്രിക് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബസ് യാത്ര പരമാവധി ഒഴിവാക്കി നിർത്തിയൊക്കെയാണ്. അത് ലോങ്ങൊക്കെ പോകാറില്ല, ലോക്കലും പോകാറില്ല.
ലോങ്ങും പോകാറില്ല. മറ്റേത് ലോക്കല് നമ്മുടെ വണ്ടിക്കും ലോങ് പോയിരുന്നത് ബസ്സിന് വരും. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയൊക്കെയാണ് നമ്മളുടെ സ്വന്തം വാഹനത്തിൽ തന്നെ പോകുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഒരു ഉത്സവമൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾ, തിക്കും തിരക്കുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ക്യൂ നിൽക്കുന്നൊരവസ്ഥ, അതൊക്കെ വലിയ വിഷയമാണ്. ഉത്സവത്തിനൊക്കെ ഞാൻ പോകാറില്ല. മുമ്പൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ സമയം സ്പെൻഡ് ചെയ്യും, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൂടുതൽ നമുക്ക് ആ ആളുടെ ഇടയിൽ നിൽക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് നെഗറ്റീവ് എനർജിയുള്ള ആളുകൾ കൂടുതൽ നിൽക്കുന്നുണ്ടാവും. നമുക്കറിയാൻ പറ്റില്ല ആർക്കാണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ എനർജി സെൻസ് ചെയ്യാൻ പറ്റും. എവിടെ നിന്നാണ് വന്നെന്ന് മനസ്സിലാവില്ല. ഇവിടെ ഇത്രയധികം ആൾ നിൽക്കല്ലേ. അപ്പോൾ അവിടെ നിന്ന് മാറിയൊക്കെ നിൽക്കും. പക്ഷേ അപ്പോഴും രക്ഷ ഉണ്ടാവില്ല. പയ്യെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലിട്ട് വരും. അതുപോലെ തന്നെ ഈ അടുത്ത് ഞാനൊരു 2 മാസം മുന്നേ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നു. ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ ആഴ്ചയിലും പോയിരുന്ന ആളാണ് പണ്ട്. ഇപ്പോഴല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ പോയതാണ്. അവിടെ ക്യൂവിൽ നിന്ന്, അവിടുത്തെ ജനറൽ ക്യൂവിൽ നിന്നിട്ട് കയറാനായിട്ട് 3-4 മണിക്കൂറോളം ക്യൂവിൽ നിന്ന്. വാസ്തവത്തിൽ ആ ക്യൂവിൽ നിന്നിട്ട് മൊത്തം എനർജി എൻ്റെ ചോർന്നു പോയി. അപ്പം ഇങ്ങനെ താഴെ വീഴുന്നുള്ള തോന്നലിലേക്ക് വരെ വന്നു. കാരണം അവിടെ നിൽക്കുന്ന ആളുകൾ കുറേ പേർക്ക് നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും സെൻസിറ്റീവാണ്. പക്ഷേ നമ്മളൊരു വർക്കിന് ഇരിക്കുമ്പോൾ, ഹീലിങ്ങിന് ഇരിക്കുമ്പോൾ എനിക്ക് പ്രശ്നമല്ല. ഹീലിങ്ങിന് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കത് എടുത്ത് കളയാൻ പറ്റും. പക്ഷേ ഇത് ഹീലിംഗ് അല്ലല്ലോ, നമ്മൾ അവിടെ നിൽക്കല്ലേ വെറുതെ, ഹീലിംഗ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതല്ലല്ലോ. അപ്പോൾ അതേപോലത്തെ ഒരു വിഷയമുണ്ട്. അതാണ് ഈ എനർജി സെൻസിറ്റീവായ ആളുകൾ, ഈ ആത്മീയവാദയിൽ സഞ്ചരിക്കുന്ന ആൾക്കൊക്കെ മിക്കവർക്കും ഉണ്ട് ഈ പ്രശ്നം. പക്ഷെ അവർക്കത് മനസ്സിലാവണില്ല, എന്തുകൊണ്ടാണെന്ന് പലർക്കും അറിഞ്ഞൂടാ. ഞാനിത് പറയുമ്പോഴാണ് പലരും ചോദിക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുന്നത്. ആദ്യം പറയുമ്പോൾ അവർ പറയും അത് പ്രൊട്ടക്ഷൻ പ്രോപ്പറായിട്ട് എടുക്കാനായിട്ടാണെന്ന് പറയും. ഏത് പ്രൊട്ടക്ഷൻ എടുത്താലും ഈ സംഭവം നമുക്ക് വരും, ഉറപ്പായിട്ടും വരും, സംശയം നിങ്ങൾ വിചാരിക്കേണ്ട. പക്ഷേ അത് നിങ്ങളൊരു മൈനസായിട്ടോ നെഗറ്റീവായിട്ടോ കാണേണ്ടതില്ല. അത് ഒരു പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് അതിൽ കൂടി സഞ്ചരിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങൾ അടുത്ത പടിയിലോട്ട് കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് കയറി നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഞാനും ഏതാണ്ട് അടുത്ത പടിയിലോട്ട് കയറുമ്പോഴാണ് എനിക്ക് പൂർണ്ണമായിട്ടും ആ പ്രശ്നം മാറുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അടുത്ത പടിയിലോട്ട് കയറി കഴിയുമ്പോൾ ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മളിങ്ങനെ തെന്നി മാറി ഒരു വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്നെപ്പോലെ പലരും ഞാൻ കാണാറുണ്ട്. ഈ മേഖലയിൽ സഞ്ചരിക്കുന്ന പലരും പറയാറുണ്ട്, ചർച്ച ചെയ്യുന്ന സമയത്ത് സമാനമായ പ്രശ്നങ്ങൾ എല്ലാവർക്കും തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു സംഗതിയാണ്. അപ്പോൾ നിങ്ങൾ അത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.